large sample test. If the size of sample n is greater than 30, the sample is taken as a large sample. n greater than 30, സാമ്പിൾ സൈസ് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിലാണ് ലാർജ് സാമ്പിൾ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ലെസ് ദാൻ 30 ആണെങ്കിൽ ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുക. ഇതിൽ രണ്ടെണ്ണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ടെസ്റ്റ് ഫോർ സിംഗിൾ മീനും ടെസ്റ്റ് ഫോർ സിംഗിൾ പ്രൊപ്പോർഷനും. പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇതെല്ലാം പഠിച്ചിരിക്കണം, എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യണതെന്ന്. പോപ്പുലേഷൻ മീൻ മ്യൂ, population standard deviation sigma, population variance sigma square, sample mean x bar, sample standard deviation s, sample variance x square. പിന്നെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ക്യാപിറ്റൽ പി, സാമ്പിൾ പ്രൊപ്പോർഷൻ സ്മോൾ പി. സാമ്പിൾ പ്രൊപ്പോർഷൻ ചിലപ്പോൾ നേരെ തന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഇങ്ങനെ സാമ്പിൾ സൈസും പിന്നെ നമ്പർ ഓഫ് സക്സസ് എന്നുണ്ടെങ്കിൽ എക്സ് ബൈ എൻ ആയിട്ട് കാണണം. ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി, സ്മോൾ ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി. അത് കഴിഞ്ഞിട്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 1%, 5%ഉം ഉണ്ടാവും. ഇത് കാണാതെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ലെഫ്റ്റ് ടൈൽഡും റൈറ്റ് ടൈൽഡ്, ടു ടൈൽഡ്, ഇതിൻ്റെ ഇതെല്ലാം ഈ വാല്യൂസ് എല്ലാം കാണാതെ പഠിക്കുക. പിന്നെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വെച്ചിട്ട് ഇക്വേഷനിൽ നിന്ന് ഇസെറ്റ് കാണും, ടേബിളിൽ നിന്ന് ഇത് കാണും. ഇതിൽ മോഡുലസ് ഇസെറ്റ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഇസെറ്റ് ആൽഫ ആണെങ്കിൽ റിജക്റ്റ് H0 വരിക. ഇത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മോഡുലസ് ഇസെറ്റ്, അതായത് കണ്ടുപിടിച്ച ടെസ്റ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിൻ്റെ ഇസെറ്റ് ഗ്രേറ്റർ ദാൻ ആണ് ഇതിലെ വാല്യൂവിനേക്കാൾ എങ്കിൽ റിജക്റ്റ് H0 ആണ്. ലെസ് ദാൻ ആണെങ്കിൽ അക്സെപ്റ്റ് H0 വരും. അപ്പോൾ റിജക്റ്റ് H0 എന്ന് പറഞ്ഞാൽ H1 ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതെന്താണെന്നൊക്കെ H0 H1 ഒക്കെ എന്താണെന്ന് പറയാം. ആദ്യത്തെ ടെസ്റ്റ് ഫോർ സിംഗിൾ മീനാണ്, അതായത് പോപ്പുലേഷൻ മീൻ സിഗ്നിഫിക്കൻ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഇക്വേഷൻ ഇസെറ്റ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ √n. ഇതിൽ ചിലപ്പം സിഗ്മ അൺനോൺ ആയിരിക്കും. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ വേരിയൻസോ തന്നിട്ടില്ലെങ്കിൽ സാമ്പിൾ വേരിയൻസോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ വെച്ചിട്ട് എസ്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് ചെയ്യണം. അപ്പോൾ H0 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിംഗിൾ മീൻ്റെതാണെങ്കിൽ പോപ്പുലേഷൻ മീൻ ഈക്വൽ ടു ആയിരിക്കും എപ്പോഴും നൾ ഹൈപ്പോത്തീസിസ് വരിക. H0 എപ്പോഴും എന്തായിരിക്കും, സിംഗിൾ മീൻ്റെ മ്യൂ ഈക്വൽ ടു മ്യൂ 0, അതായത് മ്യൂ ഈക്വൽ ടു പോപ്പുലേഷൻ മീൻ എന്താണോ അത് എഴുതാം, തന്നിട്ടുള്ള വാല്യൂ എഴുതാം. പിന്നെ H1 എന്ന് പറയണത് ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതണം. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ആണ്. അത് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പം തന്നിട്ടുള്ള പോപ്പുലേഷൻ മീൻ തന്നെയാണോ, അതല്ലെങ്കിൽ അതിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയാണ് ക്വസ്റ്റ്യനെങ്കിൽ മ്യൂ പോപ്പുലേഷൻ മീൻ അത് തന്നെയാണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ H1 മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ 0 എഴുതാം, അതായത് തന്നിട്ടുള്ള പോപ്പുലേഷൻ മീൻ എഴുതാം. അപ്പോൾ അത് ടു ടൈൽഡ് ടെസ്റ്റ് ആയിരിക്കും. ഇനി തന്നിട്ടുള്ള പോപ്പുലേഷൻ മീനിനേക്കാൾ ഗ്രേറ്റർ ആണോ എന്നാണ് ക്വസ്റ്റ്യനെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ എഴുതാം, അത് റൈറ്റ് ടൈൽഡ് ടെസ്റ്റാണ്. മ്യൂ ലെസ് ദാൻ ആണോ എന്നാണ് തന്നിട്ടുള്ളതിനേക്കാൾ ലെസ് ആണോ എന്നാണെങ്കിൽ മ്യൂ ലെസ് ദാൻ എഴുതാം. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, ലെസ് ദാൻ ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ്. അപ്പോൾ ആദ്യത്തെ നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ടു ടൈൽഡ്, അപ്പോൾ ടു ടൈൽഡ് ഇതേ നോക്കുക, മുകളിലുള്ളത് അത് വെച്ചാണ് വാല്യൂ, അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുക. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ റൈറ്റ് ടൈൽഡ്, ഇത് പഠിച്ചാൽ മതി. ലെസ് ദാൻ ആണെങ്കിൽ ലെഫ്റ്റ് ടൈൽഡ്, അത് വെച്ചിട്ടാണ് കേട്ടോ ഈ ലെഫ്റ്റ് ടൈൽഡ്, റൈറ്റ് ടൈൽഡ്, ടു ടൈൽഡ് ഇത് വെച്ചിട്ടാണ് വെക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണം ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഒരെണ്ണം എഴുതിയാൽ മതി. പിന്നെ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ഇസെഡിൻ്റെ വാല്യൂ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നെഗറ്റീവാണ് കിട്ടണമെങ്കിൽ ഇത് ലെസ് ആയിരിക്കും. പിന്നെ മൊഡ്യൂൾ 1ഉം 2ഉം പഠിച്ച പോലെയല്ല, ഇവിടെ ബൈനോമിയലും പോയിസോണിലൊക്കെ അറ്റ്ലീസ്റ്റ് വരുമ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ ആയിരുന്നു എടുത്തിരുന്നത്, ഇവിടെ ലെസ് ദാൻ ആയിരിക്കും കേട്ടോ വരിക. അത് നമ്മൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ.